ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാഴമുട്ടം മാർ ബഹനാൻസ് ഓർത്തഡോക്സ് ഇടവകയും ഈ പ്രദേശവാസികളും പരിശുദ്ധ ബഹനാൻ സദായുടെ മധ്യസ്ഥയുടെ ദിനങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കുകയാണല്ലോ. നമ്മുടെ ഈ വർഷത്തെ പെരുന്നാളിൽ 15-ാം തീയതി ഞായറാഴ്ച തുമ്മോൺ ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ സറാഫിം തിരുമേനി വിശുദ്ധ കുർബാന അർപ്പിച്ച് പെരുന്നാൾ കൊടിയേറ്റ് നിർവഹിക്കുന്നതോടെ പ്രാരംഭം കുറിക്കുകയാണ്. പരിശുദ്ധ പരിമലമാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ തൃക്കരങ്ങളാലാണ് ഈ ദേവാലയത്തിന് 1895 ഡിസംബർ 22-ാം തീയതിയാണ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത്. പെരുന്നാളിൽ 15-ാം തീയതി എല്ലാ വാങ്ങിപ്പോയവരെയും സ്മരിച്ചുകൊണ്ട് സെമിത്തേരിയിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി പെരുന്നാളിന്റെ ചടങ്ങുകളിലേക്ക് പ്രവേശിക്കും. അതിനെ തുടർന്ന് 17-18 ദിവസങ്ങളിൽ ദേവാലയത്തിൽ വചന പ്രഘോഷണത്തിന്റെ ദിനങ്ങളാണ്. അതിനുശേഷം എല്ലാ ദിവസങ്ങളും ദേവാലയത്തിൽ സന്ധ്യാ നമസ്കാരവും വിശുദ്ധ കുംഭസാരത്തിനുമുള്ള അവസരം 16-ാം തീയതി മുതൽ പ്രത്യേകമായിട്ട് ക്രമീകരിക്കുന്നുണ്ട്. ഡിസംബർ 21-ാം തീയതി രാവിലെ വിശുദ്ധ കുർബാന മാർത്തോമാ ശ്ലീഹ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രത്യേക പ്രാർത്ഥനകളും നടത്തപ്പെടുന്നതോടുകൂടി അതിനുശേഷം ഒരു രക്തപരിശോധന ക്യാമ്പ് ഇവിടെ വെച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. മൈക്രോ ലാബും മലയാള മനോരമയുടെ ഏറ്റവും പ്രചാരമുള്ള ആരോഗ്യ മാസികയും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ആ രക്തപരിശോധന ക്യാമ്പ് ദേവാലയ പരിസരത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ദേശവാസികൾക്കൊക്കെ തങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനുള്ള തങ്ങളുടെ രോഗത്തെക്കുറിച്ച് മുൻകൂട്ടി നിർണയിച്ചുകൊണ്ട് അവർക്ക് ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഒരു മാർഗം കൂടി ഈ പെരുന്നാളിനോട് ചേർത്ത് നമ്മൾക്ക് കൃത്യമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഡിസംബർ 22-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് സന്ധ്യാനമസ്കാരത്തിന് ശേഷം 7 മണിക്ക് ഒരു എക്യുമെനിക്കൽ കുടുംബ സദസ്സ് നമ്മൾ കൃത്യമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ആ കുടുംബ സദസ്സ് ബൈത്തെ ഹായ് എന്ന് പറയുന്ന ഒരു ജീവനുള്ള ഭവനങ്ങൾ എന്നർത്ഥം വരുന്ന ആ ഒരു അനുഗ്രഹീതമായ കുടുംബ സദസ്സ് ക്രമീകരിച്ചിരുന്നു. ആ കുടുംബ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് സാംസ്കാരിക യുവജന ക്ഷേമകാര്യമന്ത്രി ബഹുമാനപ്പെട്ട സജി ചെറിയനാണ്. അതോടൊപ്പം തന്നെ അന്ന് മലങ്കര സഭയുടെ ആത്മായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് എബ്രഹാം അതിൽ വിശിഷ്ടാതിഥിയായി സംബന്ധിക്കുന്നുണ്ട്. 26-ാം തീയതി വൈകിട്ട് 6 മണിക്ക് മലങ്കര സഭയുടെ ഇടുക്കി ഭദ്രാസനാധിപൻ അഭിവന്യ സക്രിയാസ് മാർ സേവറിയോസ് തിരുമേനി ദേവാലയത്തിൽ എഴുന്നള്ളുകയും സന്ധ്യാ നമസ്കാരത്തിന് മുഖ്യ കാർമ്മിത്വം വഹിക്കുകയും ചെയ്തു. അതിനുശേഷം 7 മണിയോടുകൂടി ഭക്തി നിർഭരമായ പെരുന്നാൾ പ്രതിഷ്ഠണം ദേവാലയത്തിൽ നിന്ന് പുറപ്പെടും. 27-ാം തീയതി പെരുന്നാളിന്റെ പ്രധാന ദിവസം രാവിലെ 7 മണിക്ക് നമസ്കാരത്തോടുകൂടി അഭിവന്യ സേവറിയോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിനൊരു കുർബാനയും. നമ്മുടെ പെരുന്നാളിന്റെ മറ്റൊരു പ്രത്യേക കാര്യമാണ് നമ്മൾ രോഗികൾക്ക് വേണ്ട കൈത്താങ്ങ് നൽകുന്ന കരുതൽ എന്ന പരിപാടി. ഈ ഇടവകയിലെ അനേക വിശ്വാസികൾ ഇടവകയുടെ സ്നേഹിതരും സുഹൃത്തുക്കളും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ പെരുന്നാൾ ആഘോഷങ്ങളിൽ വന്ന് സംബന്ധിക്കാനായിട്ട് സാധ്യമാകാതെ വരുന്ന സാഹചര്യത്തിൽ, അതായത് ദേവാലയത്തിന്റെ പെരുന്നാൾ പ്രതിഷ്ഠവും 27-ാം തീയതി വിശുദ്ധ കുർബാനയും അതിൽ തുടർന്ന ചടങ്ങുകളും ലൈവായിട്ട് സംപ്രേഷണം ചെയ്യാനുള്ള ക്രമീകരണം നൽകിയിട്ടുണ്ട്. അത് ഔഗേൻ മീഡിയയാണ് അത് പ്രത്യേകമായിട്ട് ലൈവായിട്ട് സംപ്രേഷണം ചെയ്തത്. അതിന്റെ ലൈവ് ടെലികാസ്റ്റിനുള്ള ലിങ്ക് അത് പ്രത്യേകമായിട്ട് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കൂടി നിങ്ങൾക്ക് അതിൽ സംബന്ധിക്കാൻ സാധ്യമാകുന്നതാണ്. ദേശനിവാസികളെ എല്ലാവരെയും നാനാജാതി മതസ്ഥരെയും ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് വളരെ സ്നേഹപൂർവ്വം ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനകളിലും എല്ലാവരുടെയും സാന്നിധ്യവും എല്ലാവരുടെയും സഹകരണവും നിങ്ങളുടെ നേർച്ചകളും മൂലം ഈ വർഷത്തെ പെരുന്നാൾ ഏറ്റവും അനുഗ്രഹീതമായി നടക്കുവാൻ തക്കവണ്ണം എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങണമേ എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നതുകൊണ്ട് എൻ്റെ വാക്കുകൾ.